ഗാസയിലൂടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? 2 വർഷമായി ഗാസ മുനമ്പിനെ സഹിക്കേണ്ടി വന്ന വംശഹത്യയ്ക്ക് ലോകം മുഴുവൻ സാക്ഷിയാണ്. ധാർമ്മികവും നിയമപരവും മാനുഷികവുമായ എല്ലാ അതിരുകളും ലംഘിക്കപ്പെട്ടിരുന്നു. ഉപരോധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 23 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന കഷ്ടിച്ച് 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്തിനുമേൽ ലക്ഷക്കണക്കിന് ടൺ ബോംബുകളും മിസൈലുകളുമാണ് പേമാരി പോലെ പെയ്തത്. തരിപ്പണമാക്കപ്പെട്ട വീടുകളുടെയും ആശുപത്രികളുടെയും സ്കൂളുകളുടെയും ശ്മശാനമാണിന്ന് ഗാസ. ഗാസയുടെ 90% നശിപ്പിക്കപ്പെട്ടു. ഏതാണ്ട് 21,000 കുട്ടികളും പ്രായമായ 12,000 സ്ത്രീകളും ഉൾപ്പെടെ 67,000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ഏതാണ്ട് 2,700 കുടുംബങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെ കാണാതായി. 1,63,000 ആളുകൾക്ക് പരിക്കുപറ്റി. 262 മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ US ഇസ്രായേൽ മേധാവിത്വത്തെ തള്ളിക്കളയുന്ന പുതിയൊരു ആഗോള കൂട്ടായ്മയുടെ ഉദയത്തിന് കരുത്തുപകരാൻ ഗാസ യുദ്ധത്തിന് കഴിഞ്ഞു. പലസ്തീന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച സമാധാനത്തിലൂടെ സമൃദ്ധിയിലേക്കെന്ന വിവാദ പദ്ധതി നടപ്പാക്കുന്നതിനൊപ്പം തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്കുമുള്ള മാർഗരേഖ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പദ്ധതിയുടെ മറവിൽ പലസ്തീന്റെ സമ്മതമില്ലാതെ തന്നെ ഇസ്രായേലിന്റെ ഭൂപരിധി വിപുലീകരിക്കുകയും അതിർത്തികൾ മാറ്റിവരയ്ക്കുകയുമായിരുന്നു. പലസ്തീന് സുരക്ഷയോ അവകാശ സംരക്ഷണമോ പരമാധികാരമോ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ട പ്രസ്തുത പദ്ധതി ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിൽ തയ്യാറാക്കുന്ന രാജ്യാന്തര ചട്ടക്കൂടുകൾ പലസ്തീൻ ജനതയെ മേൽക്കുമേൽ ദുർബലപ്പെടുത്തുകയാണെന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നു. ട്രംപിന്റെ സമാധാനത്തിലൂടെ സമൃദ്ധിയിലേക്ക് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഹമാസും ഇസ്രായേലും ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുക, ഉപരോധത്തിന് കീഴിലുള്ള ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുക, ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുകയും തടവുകാരെ പരസ്പരം കൈമാറുകയും ചെയ്യുക തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. നിലവിലുള്ള മാനുഷിക പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കണ്ടെത്താനുള്ള ചെറു ചുവടുവയ്പായി ഈ നടപടികളെ കാണാമെങ്കിലും അവ തീർത്തും ദുർബലവും പ്രതീകാത്മക മൂല്യം മാത്രമുള്ളവയുമാണെന്നു പറയാതെ വയ്യ. ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങൾക്കും പട്ടിണിക്കും നശീകരണത്തിനും അപ്പുറം ഗാസ ഒരു സാക്ഷ്യമാണ്. മനുഷ്യാന്തസ്സിനെ തകർക്കാൻ ഒരു ബോംബിനും കഴിയില്ല എന്നതിൻ്റെ ജീവസാക്ഷ്യം. ജീവിതം മരണത്തെ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന്, എതിരാളികൾ എത്ര ശക്തരായാലും ജനങ്ങളെ അടിച്ചമർത്താനാവില്ലെന്ന് സർവനാശത്തിനിടയിലും ലോകത്തോട് ഗാസ വിളിച്ചു പറയുന്നു. അതുതന്നെയാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.